എൻ്റെ പേര് ഷൈല. ഞാൻ പുലിപ്പള്ളിയിൽ നിന്ന് ബിജു ബദർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എന്നെ യാദൃശ്ചികമായിട്ടാണ് പുള്ളി എന്നോട് പറഞ്ഞത്, വരുന്നോ നമുക്ക് ധ്യാനത്തിന് പോകുന്നത്. ഞാൻ എന്തായാലും ഇതിന് മുമ്പ് ഞാൻ ഒരാഴ്ച മുന്നേ എനിക്ക് മുണ്ടൊരു ധ്യാനത്തിലൊന്ന് പോകണമെന്ന് ഇങ്ങനെ ചിന്തിച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ പുള്ളിയുടെ നമ്പർ എൻ്റെ ചേട്ടൻ്റെ ഫോണിലുണ്ട്. ഇത് കാണാപ്പാടെ എടുക്കണം. പുള്ളി എൻ്റെ കയ്യിൽ ഫോണ് തരികയില്ല. ഞാൻ എടുത്താൽ പെട്ടെന്ന് പിടിച്ചു എനിക്ക്. അപ്പം ഞാൻ ഇത് എടുക്കണമെന്ന് ഓർത്ത് നടക്കുമ്പോഴാണ് ഈ പുള്ളി വന്ന് എന്നെ വിളിക്കണേ. എന്തായാലും പുള്ളി ചോദിച്ചു എന്നാൽ എന്തായാലും വേണ്ടില്ല, എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ വരുന്നതിന് മുമ്പ് 5 ബ്ലൗസ് അടിച്ചു. പിന്നെ രാത്രി നേരം വെളുക്കുമ്പോൾ 2 ബ്ലൗസ് കൊണ്ട് അടിച്ചിട്ട് ഞാൻ തല്ലിപ്പടിച്ച് അത് കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ വണ്ടിയെ കയറുന്നത്. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി മാത്രമല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് ഉച്ചയ്ക്കാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഞാനിതൊന്നും ഇവരോട് പറഞ്ഞില്ല. എനിക്ക് അത്രയും വിശ്വാസത്തോടെ ഞാൻ വന്നു. എനിക്ക് എന്തായാലും തമ്പുരാന്റെ മുമ്പിൽ വന്നൊന്ന് കുറച്ചു നേരം ഇരിക്കണം. എനിക്ക് അനുഗ്രഹമൊന്നും വിചാരിച്ചിട്ട് ഞാൻ വന്നല്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഇരിക്കണം. അപ്പൊ ഇവിടെ വന്നപ്പോൾ ബ്രദർ പറഞ്ഞു നമുക്ക് കൃപാസനന്ദ മാതാവിൻ്റെ അടുത്ത് പോകാൻ. അത് കേട്ടപ്പോൾ എനിക്ക് അതിലും വലിയ സന്തോഷം. അപ്പൊ പോയി അവിടെ ചെന്നപ്പോ അച്ഛനെ കാണാലോ എന്ന് ഓർത്താ പോയത്. പക്ഷെ അച്ഛനെ കണ്ടില്ല, ഒന്നും കണ്ടില്ല. അന്നേരം എനിക്ക് ഒരു ഓപ്പറേഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ പേപ്പറും കൊണ്ടൊക്കെ വന്നേ. ഞാൻ എന്തായാലും അൽത്താരെ കയറി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം എന്തായാലും മാതാവ് തന്നില്ല. ധ്യാനത്തിന് പോകാൻ എവിടുന്ന് കിട്ടും, ഇവിടുന്ന് മേടിക്കാന്ന് ഓർത്താ ഞാൻ വന്നത്. ഇവിടെ വന്ന് ധ്യാനം കൂടി 2ാമത്തെ ദിവസം തൊട്ട് എനിക്ക് എന്തിനകത്തൊരു പ്രകാശം. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ചേച്ചിമാരിവിടെ നിന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാനിത് കാണുക. എന്റെ മേഘത്തേക്ക് ഇങ്ങോട്ട് അൽത്താരെ നിങ്ങൾ ഒഴുകുക, നീല കടല് ഒഴുകി വരുക. ആദ്യം കാണുന്നത് പിന്നെ ഈശോയെ പിന്നെ യേശുപിതാവും മാതാവും കൂടി ഒരു ഉണ്ണിയേശുവിനെ ഇട്ട് തൊട്ടിലിട്ട് ആട്ടിക്കിട്ട് വരുക. അതിന്റെ പുറകെയാണ് ഈ നീലങ്ങി വിരിച്ച് എല്ലായിടത്തേക്കും പോരുന്നത്. പിന്നെ കണ്ട് ചേച്ചി പറഞ്ഞു വൈക്കോലിന് തുറു പിടിച്ച പോലെയാണ്. വൈക്കോലിന് തീ പിടിച്ച പോലെയല്ല, ഇവിടെ നിറഞ്ഞിങ്ങോട്ട് ഒഴുകി വരുക. എന്താ ജാതി കത്തകത്തിനെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് സ്തുതിച്ച് വന്നപ്പം ഒരു മാതാവിന് 9 മാതാവല്ല ഇങ്ങനെ വന്നു പോവുക. പിന്നെ ഈ താര്യമാതാവിന്റെ അടുത്ത് ഉന്നയിച്ച എനിക്ക് ഇതിൽ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ കൊച്ചെന്ന് ഓപ്പറേഷൻ പോയതാ. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ മൈസൂർ പോയതാ. അന്ന് കട്ടർ റോട്ടിൽ കൂടെ പോയപ്പോഴാണ് ഇതിങ്ങനെ അബോർഷൻ പോയത്. എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ദൈവത്തിന് സമർപ്പിച്ചു. അപ്പൊ അതിനെ പറ്റി ഒരു ധ്യാനം കൂടിയപ്പോ ചേട്ടനോട് പറഞ്ഞു ഈ കൊച്ചിന് വേണ്ടിയിട്ട് അത്രയും വർഷത്തെ പൈസ കൊടുത്ത് കുർബാന അർപ്പിക്കണമെന്ന്. അതൊക്കെ ചെയ്തു. എന്നാൽ എനിക്ക് ഈ പിള്ളേർക്ക് 12 സ്ലീവന്മാർക്ക് ഒരു വിരുന്നൊരുക്കി കൊടുക്കണമെന്ന് ഓർത്തിട്ട് ഇന്ന് വരെ ഒത്തില്ല. എന്തായാലും വേണ്ടില്ല, ഇവിടെ വരുമ്പോ പൈസ ഉച്ചിരി കൊടുത്തേക്കാന്ന് ഓർത്തു. ഇവര് ചോദിച്ചു. ഞാൻ എൻ്റെ ഓൺലൈനിൽ ഒരു വിധം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കാരണം വേഗം തന്നെ കൈ പൊക്കി ഞാനത് കൊടുത്തു, സമർപ്പിച്ചു. പിന്നെ ഇന്നലെ സ്തുതിച്ചോണ്ട് ഇന്നിപ്പോ ഏതെല്ലാം ഭൂമിയിൽ മാലാകമാരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ പൊന്നു മക്കളെ, ഇതെല്ലാം ഇവിടെ നിരന്ന് നിൽക്കുമായിരുന്നു. ഇത്ര ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാ. ഞാൻ വീഴുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നല്ല. എന്നെ അങ്ങോട്ട് ഞാൻ നിന്ന് കഴിയുമ്പോ കാല് വിറച്ച് പോകുന്നുണ്ടെങ്കിലും ഈ മൂട്ടിന് താഴെയിട്ട് ഒറ്റ വെട്ടാം കിടക്കണം. അങ്ങനെയാണ് വന്നത്. ദൈവം തന്ന കൃപയ്ക്ക് 1000 നന്ദി. ഞാൻ ഇവിടുന്ന് പിന്നെ കൗൺസിലിന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി പൈസക്ക് ബുദ്ധിമുട്ടുകളും എൻ്റെ ഒരു സ്ഥലമൊക്കെ വിറ്റ് എനിക്കൊരു കുഞ്ഞു വീടൊക്കെ വേണം. ഇത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ചേച്ചിമാർ എന്നെ കയറ്റിയല്ല, എനിക്കിട്ട് തരുവോ ഇല്ല. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ വില കുതിര കയറ്റാം. അപ്പൊ എന്തായാലും വേണ്ടില്ല, എല്ലാവരും സമർപ്പിച്ച്. എനിക്ക് ആരോടും ദേഷ്യമില്ല എന്നുള്ള മനസ്സിൽ ഉരുകി പ്രാർത്ഥിച്ചാൽ ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു വിടുതൽ ആദ്യമായിട്ട് ദൈവം തന്നു. എല്ലാ കൃപ. ഇന്ന് ഈ മാതാവ് സാര്യമാതാവ് ഇറങ്ങി ഞാൻ വീട് കാണുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കൊച്ചുങ്ങളെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. സാധ്യമാതാവ് കയ്യും പിടിച്ച് കൊച്ചിനായിട്ട് വന്നിട്ട് ഈ കൊച്ചൻ്റെ കയ്യെ കിടന്ന് നന്നായിട്ട് നൃത്തം ചെയ്തു. 2 പേരും പിടിച്ച് ഇതിലെ നടന്നിട്ട് കീറിപ്പോകും. അങ്ങനെ ഞാൻ കണ്ടു. ദൈവത്തിന് 1000 നന്ദി. എത്ര പറഞ്ഞാലും മതി വരില്ല. അതേപോലത്തെ അനുഭവം എനിക്ക് കണ്ടു. ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. തമ്പുരാൻ കൊടുത്ത വലിയ സ്വർഗീയ അനുഭവങ്ങളെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞു കണ്ണടിച്ച്. എന്നിൽ നിറഞ്ഞിടൂ എന്നിൽ നിറഞ്ഞിടൂ ശക്തി തന്നഭിഷേകമായി എന്നിൽ വന്നു നിറയണമേ. അഗ്നി തന്നഭിഷേകമായി എന്നിൽ കത്തിപ്പടരണമേ.